ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് രാവണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു സ്റ്റോറി വീഡിയോ ആണ്. നമ്മളൊരു ചേസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ടെന്ന് അവർ അശോകൻ്റെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്താണ് എന്താണ് നല്ല മഴയും ഒക്കെ പെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നനഞ്ഞ് കുളിച്ചിരിക്കുന്നു. നാഗവല്ലിയാണ് വരുന്നത്, രാവണൻ്റെ സെഡ് അസ്ത്ര BS4. അപ്പോൾ ബാക്കിയുള്ള വണ്ടികളും ട്രിപ്പിലാണ്, അതുകൊണ്ട് ആ വണ്ടി വരും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അവിടെ. നല്ല മഴയൊക്കെ ഉണ്ട്, പക്ഷേ മാത്രമല്ല നല്ല വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് റോഡിൽ കിടക്കുന്ന വെള്ളമെല്ലാം എൻ്റെ ദേഹത്ത് തെറിക്കുകയാണ്. ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്, മാറി ഇന്ന് അവൻ പിന്നെ എന്നെ വിളിക്കും. ഇത്തിരി ദേശക്കാരനാണ് അത് പാട്ടിയ ആൾ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കുഴപ്പം. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഒരു പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കാർ സർവീസ് സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ടയറും വീൽസും എല്ലാ സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ലൊക്കേഷനൊക്കെ ഞാൻ അവർക്ക് വിട്ടിട്ടുണ്ട്. അപ്പം ഇത്തിരി മഴയൊക്കെ തോന്നുന്നു, വെള്ളമൊക്കെ വച്ചിട്ടുണ്ട്. ഞാൻ അതായത് മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുത്ത് ഒരു സേഫായിട്ട് തന്നെ എവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ വണ്ടി വരുന്നേരം നമ്മളിവിടെ നിൽക്കണം. അപ്പോൾ അതിനെ വിളിച്ചപ്പം പറഞ്ഞത് അടുത്തെത്താറായി എന്നൊക്കെയാണ് പറയണത്. നമുക്കിവിടെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. അവന് വേറെ ഓട്ടോ ഉള്ളതുകൊണ്ട് അത്യാവശ്യമായിട്ട് പോയി, രാത്രി കണ്ടോളാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം അവർ പറഞ്ഞു 2 മിനിറ്റിനുള്ളിൽ ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതുവരെ ഇവിടെ നിന്നേ പറ്റൂ. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിൽക്കാം. അപ്പം വിളിച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് എന്തെങ്കിലും പോവാം. അപ്പോൾ നമ്മളെ വണ്ടി ബലൂണൊക്കെ കെട്ടി നെറ്റിപ്പെട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇട്ടിക്കുകയാണ് നമ്മൾ വണ്ടി. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അകത്ത് നിന്ന് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പം നമ്മളെ വണ്ടി ഇതാ കിടപ്പുണ്ട്. ഒരു BS4 ചേസാണ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തത്. ഇനിയും വൈകാതെ തന്നെ ഒരെണ്ണം കൂടി ഇറങ്ങും, വെയിറ്റ് ആൻഡ് സി. അപ്പം ഇതെന്ന് പറയുമ്പോൾ പച്ചയും ചുവപ്പിലാണ് നമ്മളെ ബലൂണൊക്കെ കെട്ടിയിരിക്കുന്നതെന്ന് പറയാം. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഒരു 5-6 മണിയായി. നമുക്കിവിടെ നിന്ന് 7:30 ഒരു 9 മണിക്കകത്ത് ഇറങ്ങിയാലേ പ്രകാശ് രാവിലെ എത്തുള്ളൂ. ഇപ്പം നമുക്ക് നേരെ കമ്പനിയിൽ പോകണം, വണ്ടി കാണിക്കണം, അവിടെ കൊണ്ടുവരണം. അതിനുശേഷം നമുക്ക് ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ നായകനെയും കൊണ്ടാണ് പോകുന്നത്. നായകനല്ല, കർണകയും കൊണ്ടാണ് പോകുന്നത്. രാത്രി കർണകി വരും. കർണകിയും നാഗവല്ലിയും കൊണ്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകാം. അപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ പ്രകാശ് വിളിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ കുറേ വണ്ടികൾ മിനിറ്റ് വെച്ച് ഓരോ വണ്ടികൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം ഒന്നും പറ്റില്ല. നാളെ രാവിലെ നിങ്ങൾ വന്നതിന് ശേഷം നമുക്ക് പറയാം ഇപ്പം കിട്ടും എന്നൊക്കെ. അതുകൊണ്ട് രാവിലെ എത്താൻ കണക്കാണ് നമ്മളിവിടെ നിന്ന് പോണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വിട്ടു പോകാം. ഇവിടെ നിന്ന് എന്തായാലും ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് നമ്മളെ നാട്ടിലേക്ക്. ഓക്കെ, നമ്മളെ കമ്പനിയിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാനായി സാർ വണ്ടി എടുത്ത്. നമ്മൾ പോയ സമയത്ത് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും പേരടിക്കാത്തത് ഇതൊക്കെ കൊണ്ടാണ് ഗൈസ്. അപ്പം നമ്മളിതാ നമ്മളെ കമ്പനിയിലോട്ട് പോവാണ്. കമ്പനിയും നമ്മളെ ഷെഡും എല്ലാം അവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബലൂണെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ മറ്റേ വണ്ടികൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ കണ്ടിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി സ്പീഡൊക്കെ ഉണ്ട്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ട്. നമ്മൾ 7 മണി ഒക്കെ അടുപ്പിച്ച് ഇറങ്ങും. ആ വണ്ടി കണ്ടിട്ട് ഇറങ്ങും, ചിലപ്പോൾ താമസിക്കും. ആ വണ്ടി വരുന്ന അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് വളയേണ്ടത്. ഇവിടെ നിന്ന് വളഞ്ഞ് കുറച്ച് ദൂരം പോകണം. കുറച്ച് പോകുമ്പോൾ ഒരു ഇടവഴിയുണ്ട്. ഇവിടെ ഈ ഒരു ഇടവഴിയിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല വൈപ്പർ വർക്ക് ചെയ്യുന്നതാണ് സെറ്റ് ഗൈസ്, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസ കയറാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു വളം കൂടി വളയണം. ഇത്രയും ഷെഡാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വണ്ടികളും ഓട്ടോ ഇല്ലെങ്കിൽ 8 വണ്ടികൾ ഇവിടെ കിടക്കൂല. ഓക്കെ, ഇതും കൂടി ചേർക്കുമ്പോൾ 9, പിന്നെ അടുത്ത വണ്ടി വരുമ്പോൾ 10. നമുക്കൊരു ലോറിയും കൂടി ഉണ്ട്. ഓക്കെ, അത് പണിയിലാണ്. അത് നമ്മൾ ഫോട്ടോ ഒക്കെ ഇടാം. ഓക്കെ, അപ്പോൾ അതും കൂടി ആകുമ്പോൾ സ്ഥലമില്ല. അപ്പോൾ വേറെ സ്ഥലം നോക്കണം. ഓഫീസ് എവിടെയും
ഷെഡ് വേറെ എവിടെയെങ്കിലും ആക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വണ്ടിയിൽ കുറേ കാറ്റൊക്കെ പോയി ബലൂണിൽ, കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത്രയും ദൂരം ഓടിയതല്ലേ. ഓക്കെ, അതിൻ്റെ ഇതൊക്കെ കാണും. അപ്പോൾ നമ്മളിതാ ഓക്കെ, അപ്പം നമ്മളിതാ ഫുള്ളൊന്ന് കറങ്ങി റൗണ്ട് അടിച്ച് കാണണം. അപ്പോൾ രാത്രി കാണാം. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പം മണി 8-8:30 ആയിട്ടുണ്ട്. കാരണം മറ്റേ 2 വണ്ടികൾ വന്നപ്പോൾ നല്ല താമസിച്ച്. അപ്പോൾ അവരെ കണ്ടിട്ട് ഉടനെ ഇറങ്ങി. അപ്പോൾ ഫുഡ് ഇവിടുന്ന് പോകണ കഴിക്കാമെന്ന് പറഞ്ഞു, കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ച് നേരെ നമ്മൾ ഇട്ടടിച്ച് പോകും. ഓക്കെ, ഈ സമയത്ത് അതങ്ങനെ പോവുകയാണ്. ഇവിടുന്ന് യു ടേൺ എടുത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിതാ പോവുകയാണ്. ഓക്കെ, ഇവിടുന്ന് കുറച്ച് വരുമ്പോൾ ഒരു ലെഫ്റ്റ് എടുക്കണം. ഇവിടെയാണ് നമ്മളെ കഴിക്കണതല്ല. എല്ലാവരും റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന എല്ലാവരും വെളിയിരിക്കുന്ന എല്ലാവരും നോക്കുകയാണ്. ചീസൊക്കെ കൊണ്ടുവരുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ. ഓക്കെ, നമ്മളിവിടെ ഇട്ടിട്ട് പോവുകയാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇനി നാളെ രാവിലെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ രാവിലെ ഒക്കെ ആയിട്ടുണ്ട്, നമ്മളിതാ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞ് പ്രകാശിലോട്ട് വരണ്ട, അതിൻ്റെ അടുത്തായിട്ടൊരു വർക്ക്ഷോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് നമ്മൾ തന്നെയാണ്. അവിടെ ഇട്ടിരുന്നാൽ മതി, അവിടെ നിന്ന് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കൊണ്ടുപോകുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് അവിടെ ഇട്ടിരിക്കണം. നിങ്ങൾ അങ്ങ് കൊണ്ടുവന്നാൽ ഇവിടെ പിന്നെയും കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് പാടല്ലേ, ഇവിടെ ഇട്ടിരുന്നാൽ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ഇന്ന് വരണം എന്നൊക്കെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ വേണം പറയാം നമുക്ക്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതെല്ലാം ഇവിടെ വേണം പറയാം. അതെല്ലാം നമ്മൾ വണ്ടി ഇറക്കിയിട്ട് നമ്മൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു വളവ് ഉണ്ട്. ഈ വളവ് കഴിഞ്ഞ് നമ്മൾ കുറേ പോകണം. കുറേ പോകുമ്പോൾ റൈറ്റ് സൈഡ് ഒരു ചെറിയൊരു ബാനർ പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടാണ് കയറാൻ. അപ്പോൾ നമുക്ക് അതും നോക്കിയപ്പോൾ നല്ല മഴയുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രിപ്പില്ലാത്ത ടയറാണ് തോന്നുന്നു, ഭയങ്കര ചാർക്കൽ. അതൊക്കെ പോട്ടെ, നമുക്ക് ഇവിടെ നിന്നാണ് ഇനി വളയാൻ. ഓക്കെ, നമ്മൾ പയ്യെ പണി കയറിയതാ, ഇവിടെ നിന്ന് വളഞ്ഞ് ഇനി അകത്തോട്ടാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇറങ്ങി നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം ഇനി എന്ന് വരണം. ബാക്കി ചോദിച്ചിട്ട് വരാം ഗൈസ്, ചോദിക്കണം. അപ്പം നമുക്കിനി ചോദിക്കാം. പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 4 മാസം കഴിയണം. 5ാമത്തെ മാസത്തിൽ നമുക്ക് എന്തായാലും ഇറക്കാം, കാരണം അവിടെ ഭയങ്കര തിരക്കുണ്ട്. അപ്പം 5 മാസമാണെങ്കിൽ നവംബർ 10-ാം തീയതി ഒക്കെ ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജൂണല്ലേ, നവംബർ ആകുമ്പോൾ 5 മാസം, 5ാമത്തെ മാസത്തിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നവംബറിൽ വന്ന് നോക്കാം ഗൈസ്. അപ്പോൾ 5ാമത്തെ മാസമാണിത്. 5 മാസം കഴിഞ്ഞ്, ഇത് 5ാമത്തെ മാസമാണ്. 10-ാം തീയതി, ഇത് 11-ാം തീയതിയാണ്. കാരണം 1 മണിയായി. കാരണം പൂജയും പിന്നെ ഡെലിവറിയും എല്ലാം കഴിഞ്ഞപ്പോൾ 12 മണിയായി. പിന്നെ ആഹാരം കഴിച്ചപ്പോഴത്തേക്കും 1 മണിയായി. ഓക്കെ, അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പേരൊക്കെ അടിച്ച്, അപ്പോൾ നമ്മൾ 2 വണ്ടികളും യാത്ര ആക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അതിനെ കൊണ്ടാക്കിയിട്ട് അവർ പോയി. ഓക്കെ, അപ്പം നമ്മൾ പേരെല്ലാം എസ് നെയിം ഇട്ടില്ല, ഫിക്സ് നെയിം മാത്രമേ വെച്ചുള്ളൂ. എസ് നെയിം നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ പൈസ ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മളെ നെയിം ബോർഡ് അല്ല ക്യാബിൻ. ഇവർ ചെയ്യുന്ന ക്യാബിൻ നല്ല അടിപൊളിയാണ്. അവരും എഡ്യൂക്കേറ്റും ചെയ്യും, പക്ഷേ ഇത് നല്ല അടിപൊളിയാണ്. ഓക്കെ, പിന്നെ അതും പിന്നെ സ്റ്റീറിങ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് വർക്ക് സബ്വൂഫേഴ്സിൻ്റെതും, പിക്സൽ നെയിം, ടോപ്പ് ലൈറ്റ്, പിന്നെ അകത്തുള്ള ലൈറ്റ്സ് എല്ലാം ആണ് നമ്മൾ എഡ്യൂക്കേറ്റ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നാണ് പ്രകാശമല്ല, കാരണം പ്രകാശിൽ ഭയങ്കര തിരക്ക്, ഇറക്കണമെങ്കിൽ 5-6 ദിവസം എടുക്കും. ഇതാകുമ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ പെട്ടെന്ന് കുഴപ്പമില്ല. ഇവിടെ നിന്നും പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കിനി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ബസ്സിന് അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ കസാടും അല്ലല്ല ബാക്കി പിന്നെ പറയാം. സോറി. അപ്പോൾ നമ്മൾ പയ്യെ പോവുകയാണ്. നമ്മൾ വണ്ടി തിളങ്ങുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഓട്ടിച്ചൊക്കെ നോക്കിയില്ല, ഇനി ഓട്ടിച്ചൊക്കെ നോക്കണം. ഓട്ടിച്ച് നോക്കണ്ട, പോണ വഴിക്ക് നീ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
കുറച്ച് കാശ് ഗൂഗിൾ ചെയ്ത് കൊടുത്ത് എല്ലാ കാശ് കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി ഗൈസ്. അപ്പോഴേ എന്താ ഇവിടുന്ന് ഈ വർഷത്തിൽ നിന്ന് കുറേ 5-6 കിലോമീറ്റർ എന്തോ പ്രകാശിലോട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും അതുകൊണ്ട് നല്ല പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട്. വേണ്ട നമ്മൾ കസാടും പാർക്ക് ലൈറ്റ് അങ്ങനെ അത് രണ്ടും ഇട്ടിട്ടുള്ളൂ. പിന്നെ ബ്രേക്ക് ലൈറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ അവർ കർട്ടൻ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇടാനുള്ള എല്ലാ കർട്ടനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പുറത്ത് ഇപ്പുറത്തുള്ള പച്ച കർട്ടനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അവരുടെ ബാക്കും സൈഡെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പുറത്തെ സൈഡ് കാണിച്ചു ചെറിയ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് കളർ കോഡ് അടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി നമുക്ക് ഏകദേശം ഒന്ന് എടുത്തുകൊണ്ട് പോയി. ഇതാണ് നമ്മളെ ക്യാബിൻ. ഓക്കെ, സ്റ്റീറിംഗ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ പേരൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ പിക്സലല്ല, അതൊക്കെ നമുക്ക് ഇനി അവിടെ കൊണ്ടുപോയി ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകാം കഴിച്ച് നൈസാ. നമ്മൾ ഏർപ്പാടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എടുത്തുകൊണ്ട് പോയാൽ മതി. പക്ഷെ ബാക്കി നമ്മളെ സൗണ്ടും സെറ്റ് ചെയ്യണത്, ലൈറ്റ് സെറ്റ് ചെയ്യണമില്ല, അടുത്ത പാർട്ട് 2-ലായിരിക്കും പറഞ്ഞത്. കാരണം ഇതിൽ നല്ല ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് അതും കൂടി ചേർത്താൽ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത പാർട്ട് 2-ൽ നമ്മൾ എന്തായാലും അത് ഇറക്കും. ഓക്കെ, സർവീസ് ചെയ്യണതുമല്ല. നമുക്കിനി സർവീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. അത് ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവർ തന്നെയാണ്. ഇവിടുന്ന് വണ്ടിയെല്ലാം ഇറങ്ങുന്നത് ഇവിടെ ഇന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ സർവീസ് ചെയ്യണം. അപ്പോൾ നാളെ രാവിലെ തുറക്കുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് ഇവിടെ ഒതുക്കിയിട്ടിട്ട് പോവാം. ഒതുക്കിയിട്ട് ഇങ്ങനെ തന്നെ ഉറങ്ങാം. ഓക്കെ, അതിന് വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പം വീഡിയോ ഇത്ര വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചു പിടിച്ചാൽ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത പാർട്ട് 2 ആയിട്ട് കാണാം. അതുവരെയും ബൈ.